E20 പെട്രോൾ ഏതെങ്കിലും തരത്തിൽ മൈലേജിനെ ബാധിക്കുന്നില്ല എന്നാണ്. അത് നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രൈവിംഗ് ഹാബിറ്റുകളാണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ഹാബിറ്റുകളും വാഹനത്തെ കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ കുഴപ്പമൊക്കെ കൊണ്ടാണ് മൈലേജിന് കേടുവരുന്നെങ്കിൽ വരുന്നത്. അല്ലാതെ E20 കൊണ്ട് മൈലേജിനെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് മറുപടിയായി അച്ചടിച്ച് നൽകിയിരിക്കുന്നത്. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. വാഹന ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ വലിയ ആശങ്കകളും പ്രതിഷേധവും ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ ഇന്നലെ പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച് ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ നിതിൻ ഗഡ്കരിയുടെ മറുപടി ഒരേ സമയം ഗവൺമെൻറ്റിൻ്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്നതും ജനങ്ങളോടുള്ള നിഷേധാത്മക സമീപനം വ്യക്തമാക്കുന്നതുമാണ്. അതിൽ ഗവൺമെൻറ് സമ്മതിക്കേണ്ടി വരുന്നൊരു കാര്യം, BS3 വാഹനങ്ങളിൽ ഇത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഭംഗ്യന്തരേണെ അവർക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് വളരെ ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യം, പരാതി ഉന്നയിക്കുന്ന ജനങ്ങളെയാകെ, വാഹന ഉടമകളെയാകെ, ഉപഭോക്താക്കളെയാകെ വല്ലാതെ അവഹേളിക്കുന്ന വിധമാണ് സർക്കാർ അവരുടെ നിലപാടും മറുപടിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇപ്പോൾ ഈ വാഹന ഉപഭോക്താക്കൾ പറഞ്ഞ കാര്യങ്ങൾ, വാഹനത്തിൻ്റെ മൈലേജ് കുറയുന്നു, വാഹനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ വരുന്നു, സർവീസ് കൂടുതൽ വേണ്ടി വരുന്നു, എഞ്ചിനെ സംബന്ധിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ വരുന്നു, അതിൻ്റെ എഫിഷ്യൻസിയെ സംബന്ധിച്ച്, അതെല്ലാം ആളുകളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന അത്തരം എല്ലാ കാര്യങ്ങളും ശുദ്ധ കളവാണ് എന്ന് പറഞ്ഞ് അനുഭവസ്ഥരെ തള്ളിപ്പറയുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അത് അങ്ങേയറ്റം അപലപനീയമാണ് സർക്കാരിൻ്റെ ആ നിലപാട്. അതിന് സർക്കാർ പറഞ്ഞിരിക്കുന്നത് E20 പെട്രോൾ ഏതെങ്കിലും തരത്തിൽ മൈലേജിനെ ബാധിക്കുന്നില്ല എന്നാണ്. അത് നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രൈവിംഗ് ഹാബിറ്റുകളാണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ഹാബിറ്റുകളും വാഹനത്തെ കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ കുഴപ്പമൊക്കെ കൊണ്ടാണ് മൈലേജിന് കേടുവരുന്നെങ്കിൽ വരുന്നത്. അല്ലാതെ E20 കൊണ്ട് മൈലേജിനെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് മറുപടിയായി അച്ചടിച്ച് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും കോംപ്രഹെൻസീവായൊരു സ്റ്റഡി ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം. നമുക്കറിയാം 2013 മുതലാണ് E20യുടെ ഈ എത്തനോൾ വെർഷൻ ആദ്യമായി ആരംഭിക്കാൻ തുടങ്ങുന്നത്. അതിപ്പോൾ E20 വരെ 20% വരെ എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഈ ഒരു കോംപ്രഹെൻസീവായൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ എന്നതായിരുന്നു എൻ്റെ പ്രസക്തമായൊരു ചോദ്യം. അതിൽ ചില ഏജൻസികളെ ഉപയോഗിച്ച് സ്റ്റഡി നടത്തിയതായി ഇവർ പറയുന്നുണ്ട്. ആ സ്റ്റഡിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മറുപടി നൽകിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, ഇവരൊക്കെ പറയുന്നത് കള്ളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്റ്റഡി നടത്തിയൊരു സ്ഥാപനം ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ARAI എന്ന് പറയുന്ന സ്ഥാപനമാണ്. ആ ARAIയുടെ ഡയറക്ടർ ജൂലൈ മാസം 14 ഒരു ദേശീയ മാധ്യമ ഏജൻസിക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ പ്രതികരണത്തിൽ പറയുന്ന കാര്യം, E20 results reduction in fuel economy, mileage can drop by 2.6% എന്നാണ്. കേന്ദ്ര സർക്കാർ പ്രതിപാദിക്കുന്ന, പഠിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ മറുപടിയിൽ തന്നെ ഉദ്ധരിച്ചിരിക്കുന്ന ARAI, അതിൻ്റെ CEO, ഡയറക്ടർ ദേശീയ ഏജൻസിയായ ANAയ്ക്ക് കൊടുത്ത ബൈറ്റിൽ, പ്രതികരണത്തിൽ വളരെ കൃത്യമായി മൈലേജ് ഡ്രോപ്പ് E20 കാരണം ഉണ്ടാകുമെന്നും അത് 2.6% ആയിരിക്കാമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ പാർലമെൻറ്റിൽ എനിക്ക് നൽകിയ മറുപടി പുറത്ത് ARAI ഡയറക്ടർ പറഞ്ഞ മറുപടിയിൽ നിന്ന് ഘടകവിരുദ്ധമാണ്. ആ ഘടകവിരുദ്ധമായ മറുപടി നൽകിയതിനെതിരെ ഞാൻ ഇത് പ്രതിപാദിച്ച് രാജ്യസഭാ ചെയർമാന് നോട്ടീസ് നൽകും. മറുപടി തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ്. അത് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനാണ് ശ്രമിക്കുന്നത്.